നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, എനിക്കെന്താ പറ്റിയേ? നിങ്ങളായിരുന്നു സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻറ്റ്, മിടുക്കനായ കുട്ടി, ക്ലാസ്സിലെപ്പോഴും നല്ല മാർക്ക് ഉണ്ടാവും, ടീച്ചേഴ്സൊക്കെ എപ്പോഴും അഭിനന്ദിക്കും, പാരൻസൊക്കെ അഭിമാനത്തോടെയാണ് തന്നെ പറ്റി റിലേറ്റീവ്സിനോടൊക്കെ പറയാറ്. ലൈഫിൽ ഭയങ്കര സക്സസ്ഫുൾ ആവും എന്നെല്ലാവരും ഒരേ വാക്കിൽ പറഞ്ഞു. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഏത് കരിയർ എടുക്കണം എന്നറിയില്ല, ഏതാണ് എൻ്റെ പാഷൻ എന്നറിയില്ല, ഏത് ഡയറക്ഷനിൽ പോകണം എന്നറിയില്ല. അതേസമയം തന്നോടൊപ്പം പഠിച്ച മാർക്ക് കുറവായിരുന്ന സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ ലൈഫിൽ സെറ്റാണ്. സ്വന്തമായിട്ട് ബിസിനസ്, നല്ല ജോലി, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, ലൈഫ് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ചോദ്യം ബാക്കിയാവാണ്, ഞാനായിരുന്നില്ലേ സ്മാർട്ടായിട്ടുള്ള കുട്ടി, പിന്നെ ഞാനെന്താ ഇങ്ങനായേ? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്. ബിക്കോസ് ഞാനും ഏറെക്കുറെ അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. ഈ മിടുക്കരായ കുട്ടികളൊക്കെ പഠിച്ച് നന്നായി മാർക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർക്കൊരു കാര്യം കൂടി കിട്ടുന്നുണ്ട്, ഭയങ്കര പവർഫുള്ളായെന്ന് ഒരു ഐഡൻറ്റിറ്റി. വർഷങ്ങളായിട്ട് മറ്റുള്ളവർ അവർക്ക് ചാർത്തി കൊടുക്കുന്ന ഒരു സംഭവം. നീ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ, നീ ഭയങ്കര മിടുക്കനാണ്, നീ ഭയങ്കര ഗിഫ്റ്റഡ് ആണ്, നീ മറ്റുള്ള കുട്ടികളെ പോലെയല്ല, നീ ജീവിതത്തിൽ വലിയ നിലയിലെത്തും. ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ ജസ്റ്റ് കോംപ്ലിമെൻറ്റ്സ് മാത്രമായിട്ടാവും ഫീൽ ചെയ്യുക. ബട്ട് പോകെ അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറാനായിട്ട് തുടങ്ങും. നിങ്ങൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ് എന്ന് അൺകോൺഷ്യസ്ലി വിശ്വസിക്കാൻ തുടങ്ങും. അക്കാഡമിക് സക്സസ്സുമായിട്ട് തൻ്റെ സെൽഫ് വർത്തിനെ കണക്ട് ചെയ്യും, കോൺഫിഡൻസിനെ പെർഫോമൻസുമായിട്ട് കണക്ട് ചെയ്യും. ഞാൻ ഇൻ്റലിജൻ്റ് ആണ് എന്ന ആ ഐഡൻറ്റിറ്റിയുമായിട്ട് അവരങ്ങോട്ട് സെറ്റാവും. എന്നാൽ കുറച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ പ്രോബ്ലം മനസ്സിലാവുക. എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സ്കിൽസ് അല്ല ലൈഫിൽ ശരിക്കും നമുക്ക് വേണ്ട സ്കിൽസ്. 10-12 വർഷത്തോളം സ്കൂൾ തന്നെയാവും നിങ്ങളുടെ ജീവിതം. അവിടെ റൂൾസ് സിമ്പിളാണ്. കുറച്ച് ടെക്സ്റ്റ് ബുക്ക് അങ്ങോട്ട് തരും, അതൊക്കെ കാണാതെ പഠിക്കുക, എക്സാം എഴുതുക, നല്ല മാർക്ക് മേടിക്കുക, നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ നാച്ചുറലി ഗുഡ് ആണ് എന്നുണ്ടെങ്കിൽ ദെൻ ലൈഫ് വളരെ പ്രഡിക്റ്റബിൾ ആവും. ഓരോ വർഷം ചെല്ലും തോറും നിങ്ങൾ ലൈഫിൽ സക്സസ് ആവുകയാണ് എന്നുള്ളൊരു പ്രൂഫ് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ സ്കൂളല്ല ജീവിതം. സ്കൂളിൽ വേണ്ടത് കാണാപ്പാഠം പഠിക്കലാണ്, പക്ഷേ ജീവിതത്തിൽ വേണ്ടത് ശരിക്കുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യലാണ്. സ്കൂളിൽ വേണ്ടത് അനുസരണയാണ്, ലൈഫിൽ വേണ്ടത് ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള കഴിവാണ്. ശരിയായ ഉത്തരങ്ങളാണ് സ്കൂളിൽ വേണ്ടത്, ബട്ട് ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താനുള്ള കഴിവാണ് ജീവിതത്തിൽ വേണ്ടത്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന സ്കിൽസൊക്കെ യൂസ്ഫുൾ ആണ് ഡെഫിനറ്റ്ലി, ബട്ട് അത് നമുക്ക് വേണ്ട ഒരു പാർട്ട് മാത്രമാണ്, അല്ലാതെ അതാണ് എല്ലാം എന്ന് വിശ്വസിക്കരുത്. ഇനി സ്കൂളൊക്കെ കഴിയുമ്പോഴേക്കും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം സംഭവിക്കാൻ തുടങ്ങും. ഈ മാർക്കുകളും റാങ്കിങ്ങും ടീച്ചേഴ്സും അഭിനന്ദനങ്ങളും എല്ലാം അങ്ങോട്ട് അപ്രത്യക്ഷമാവും. പിന്നെ അവിടെ ഗ്രേഡ് കാർഡ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ അടിപൊളിയാണ് എന്ന് പറയാനായിട്ട് ടീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ഇനി എന്ത് പഠിക്കണം എന്ന് കാണിച്ചു തരുന്ന ഒരു ക്ലിയർ പാത്തും ഉണ്ടാവില്ല. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതനാവും. ഈ മാർക്കും സ്കൂളുമൊക്കെ മാറ്റി നിർത്തിയാൽ ഞാൻ ആരാണ്? ഇതിനുത്തരം കിട്ടാതാവുമ്പോഴാണ് പലരും ലോസ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു കരിയർ പ്രോബ്ലം മാത്രമാണ് എന്ന് വിചാരിക്കരുത്, ഇതൊരു ഐഡൻറ്റിറ്റി പ്രോബ്ലമാണ്. കാരണം ഇത്രയും കാലം നിങ്ങൾക്ക് മീനിങ്ങും കോൺഫിഡൻസും പവറും എല്ലാം നൽകിയിരുന്ന ഒരു സിസ്റ്റം ഇന്നില്ല. ഇറ്റ് വാനിഷ്ഡ് ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡയറക്ഷനും ഇല്ല. ഇങ്ങനെ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. ഈ മാർക്കിൻ്റെ പിന്നാലെ ഓടുന്ന സമയത്ത് നിങ്ങൾ സ്വയം മനസ്സിലാക്കാനും കണ്ടെത്താനും ശ്രമിക്കില്ല. അല്ലെങ്കിൽ ഓണസ്റ്റായിട്ടൊന്ന് ആലോചിച്ച് നോക്കുകയും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ക്യൂരിയസ് ആയിട്ട് തോന്നിയിട്ടുള്ള എത്ര കാര്യങ്ങൾ നിങ്ങൾ ആക്ച്വലി ചെയ്ത് നോക്കിയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കാൻ നോക്കിയിട്ടുണ്ട്, എന്തൊക്കെ പ്രൊജക്ട്സിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം റിസ്ക്കുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്, റിയൽ വേൾഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എത്ര സ്കിൽസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെ ഉത്തരം ഒന്നുമില്ല എന്നാവും, അല്ലെങ്കിൽ വളരെ വിരളമായിരിക്കും. കാരണം അവർ ആ സിസ്റ്റം അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. മാർക്സിനെ ഫോക്കസ് ചെയ്തായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് സ്കൂള് കഴിയുമ്പോഴാവും സ്വയം ചോദിക്കുക, എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത്, എന്താണ് എൻ്റെ പാഷൻ, എന്തിലാണ് എനിക്ക് കഴിവുള്ളത്? സോ ഇതുവരെ ഇതിനെപ്പറ്റി ചിന്തിക്കുകയോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു നോക്കുകയോ ചെയ്യാത്ത നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടാത്തതിൽ ഒരു അത്ഭുതമല്ല. സ്വയം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ സ്വയം ഡിസ്കവർ ചെയ്യാനും സാധിക്കില്ല. പിന്നെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെക്കാൾ മാർക്ക് കുറവ് വാങ്ങിയവരൊക്കെ, അക്കാഡമിക്കലി നന്നായിട്ട് ബുദ്ധിമുട്ടിയവരൊക്കെ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നത് കാണുമ്പോഴാണ്. അതെന്തുകൊണ്ടാണ്? കാരണം സ്കൂളിൽ വെച്ച് മെഷർ ചെയ്യാൻ പറ്റാത്ത പല സ്കിൽസും അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്ങനെ ആളുകളോട് സംസാരിക്കണം, എങ്ങനെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം, എങ്ങനെ റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്യണം, ഫേസ് ചെയ്യണം, എങ്ങനെ റിസ്ക് എടുക്കണം, എങ്ങനെ അഡാപ്റ്റ് ആവണം, എങ്ങനെ ഫെയിലായി അതിൽ നിന്നും റിക്കവർ ആവണം, ഇതൊക്കെ അവർ പഠിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ ജസ്റ്റ് കാണാപ്പാണ് പഠിക്കുന്നത് മാത്രം മെഷർ ചെയ്യുന്നു, പക്ഷേ ലൈഫ് ക്യാപ്പബിലിറ്റി മെഷർ ചെയ്യുന്നു.
ആൻഡ് ക്യാപ്പബിലിറ്റി ഇൻ്റലിജൻസിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ സ്മാർട്ട് സ്റ്റുഡൻസ് ഒക്കെ എപ്പോഴും സക്സീഡ് ആയതുകൊണ്ടാണ് വളർന്നു വരുന്നത്. എല്ലാത്തിലും ജയം ജയം മാത്രം. അങ്ങനെ മിക്കതിലും സക്സസ് ആയി ശീലിച്ച ഒരാൾക്ക് തോൽവിയുമായിട്ട് അത്ര നല്ലൊരു ബന്ധം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഫെയിലിയേഴ്സിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നവർക്ക് അറിയില്ല. പിന്നീട് അഡൽട്ട്ഹുഡ് എത്തുമ്പോഴാവും എവിടെ നോക്കിയാലും റിജക്ഷൻസ് മാത്രം, എല്ലായിടത്തും കോമ്പറ്റീഷൻ, അൺസർട്ടനിറ്റി, മിസ്റ്റേക്സ്, സെറ്റ് ബാക്സ്. പലർക്കും ഈ ടൈം ആവുമ്പോഴാണ് ലൈഫിൽ ആദ്യമായിട്ട് അവർ ഫെയിലിയേഴ്സിനെ കാണുന്നത് തന്നെ. കാരണം ഇവരെപ്പോഴും ഭയങ്കര സ്മാർട്ടാണ്, ഇൻ്റലിജൻ്റ് ആണ്. സോ ഒന്നിലും ഫെയിലായിട്ട് ശീലിച്ചിട്ടുണ്ടാവില്ല. കാരണം ഫെയിലായി കഴിഞ്ഞാൽ തങ്ങളുടെ ഇമേജ് അവിടെ പോവല്ലേ, ആളുകളെ നമ്മളെ നോക്കിക്കാണുന്നത് ചേഞ്ചസ് വരല്ലേ, അത് അവർക്ക് ത്രെറ്റാണ്. സോ ഓരോ ചാലഞ്ചസും അവർക്ക് ഓരോ ടെസ്റ്റാണ് ആൻഡ് ഓരോ സെറ്റ് ബാക്സും പേഴ്സണലായിട്ട് എടുക്കും. സോ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നതിന് പകരം അവർ പതുക്കെ എല്ലാം അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. അപ്പോൾ സേഫ് ആയല്ലോ. സ്കൂളിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഈസിയാണ്, ബട്ട് ലൈഫിൽ നടക്കില്ല. ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത, ഫെയിലാകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് വരും. അതൊക്കെ നമ്മൾ താണ്ടി വന്നേ പറ്റൂ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പെർഫെക്ഷനിസം. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഹൈ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി. പക്ഷേ ശരിക്കും അതങ്ങനെയല്ല. മിസ്റ്റേക്സ് വരുത്താനുള്ള പേടിയാണ് ശരിക്കും ഈ പറയുന്ന പെർഫെക്ഷനിസം. ഫിയർ ഓഫ് ലുക്കിംഗ് ഇൻകോമ്പിറ്റൻറ്റ്, ഫിയർ ഓഫ് ബീങ് ജഡ്ജ്ഡ്. നിങ്ങൾക്ക് കഴിവില്ലാത്ത കാര്യങ്ങളും ഉണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും എന്നുള്ള പേടി. സോ ഇതും വലിയൊരു ട്രാപ്പാണ് കേട്ടോ. ഇവർ കുറേ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും, ചിന്തിച്ചുകൊണ്ടിരിക്കും, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ശരിക്കും ഒന്നും അങ്ങോട്ട് തുടങ്ങില്ല, ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, ആക്ഷൻ എടുക്കില്ല. കാരണം അവർക്ക് എന്ത് ചെയ്യാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. പെർഫെക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഐഡൻറ്റിറ്റിക്ക് തന്നെയാണ് പ്രശ്നം. ഇത്രയും വർഷങ്ങളായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത ഐഡൻറ്റിറ്റിയാണ്. പിന്നെ ഇതാ വരുന്നു അടുത്തൊരു ബിഗ് പ്രോബ്ലം. ഫൈൻഡ് യുവർ പാഷൻ. പാഷനെ കണ്ടുപിടിക്കുക, പാഷനെ ഫോളോ ചെയ്യുക. ഇത് കേൾക്കാനൊക്കെ നല്ല രസമാണ്, പക്ഷേ പലർക്കും ഈ കാര്യം ഒരു ട്രാപ്പായിട്ട് മാറുന്നുണ്ട്. തൻ്റെ പേർപ്പസ് കണ്ടെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്നൊരു ദിവസം ഇതാണ് എൻ്റെ പാഷൻ എന്നൊരു ഉൾവിലി അങ്ങോട്ട് വരും എന്നുള്ള പോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ പാഷൻ ശരിക്കും അങ്ങനെയല്ല വർക്കാവുന്നത്. പാഷൻ പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നതല്ല, പകരം സ്വയം ബിൽഡ് ചെയ്യുന്നതാണ്. യെസ്, ആളുകൾ പല കാര്യങ്ങളും ചെയ്തു നോക്കുമ്പോഴാണ് പാഷനേറ്റായിട്ട് മാറുന്നത്. കാര്യങ്ങൾ പഠിച്ച് സ്വയം ഇമ്പ്രൂവ് ആവുമ്പോഴാണ് അതിൽ പാഷനേറ്റ് ആവുന്നത്. വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളിലാണ് ആളുകൾ പാഷനേറ്റ് ആവുന്നത്. സോ എന്താണ് എൻ്റെ പാഷൻ എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. എന്നിട്ടത് ശരിക്കും ചെയ്തു നോക്കുക, അതിനെപ്പറ്റി പഠിക്കുക, അതിൽ സ്കിൽസ് ബിൽഡ് ചെയ്യുക, വർക്ക് ചെയ്ത് നോക്കുക. കാരണം കുറേ ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് കാര്യമില്ല, പകരം ആക്ഷൻസ് എടുക്കുമ്പോഴാണ് ക്ലാരിറ്റി ഉണ്ടാവുക. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യും? നിങ്ങളൊരു സ്മാർട്ട് സ്റ്റുഡൻ്റ് ആയിരുന്നിട്ടും ഇപ്പോൾ ഒരു ലോസ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. സോ അതിന് നിങ്ങളൊരു പുതിയ ആളായിട്ട് മാറണം. യെസ്, നിങ്ങൾ ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര സംഭവമാണ്, ഇതൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു സ്കില്ല് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തും ആവാം, ബട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്കില്ല് മാത്രം ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പിക്ക് ചെയ്യാം. എന്നിട്ട് ഒരു 90 ഡേയ്സ് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ കമ്മിറ്റ് ആവുക. 90 ഡേയ്സ് ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യാം. ഒരു ബിഗിനർ ആകുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് വരും, കുറേ ഡിസ്കംഫോർട്ടൊക്കെ ഉണ്ടാവും, ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ അതിനോടൊക്കെ അഡാപ്റ്റ് ആവാൻ പഠിക്കാം, ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാം. കാരണം അഡൽട്ട്ഹുഡിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ അവിടെ നമ്മൾ കൺസിസ്റ്റൻസിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. കൺസിസ്റ്റൻസി, റെസിലിയൻസ്, അഡാപ്റ്റബിലിറ്റി, ഡിസിപ്ലിൻ, ഇതൊക്കെയാണ് ശരിക്കും ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ്. സോ പിക്ക് എ സ്കിൽ, ലേൺ ഇറ്റ് ഫോർ 90 ഡേയ്സ് കൺസിസ്റ്റൻ്റ്ലി. ഈ ഒറ്റൊരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്കൊരു ലൈഫ് ചേഞ്ചിങ് കാര്യമായിട്ട് മാറും. പക്ഷേ ഡെയിലി ചെയ്യണം കേട്ടോ. 2-3 ദിവസം ചെയ്തിട്ട് ഇതൊന്നും വർക്ക് ആവില്ല എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്യരുത്. അതിനുള്ള ടെൻഡൻസി ഉണ്ടാവും, അതുറപ്പാണ്. കാരണം ഇതുവരെ നിങ്ങൾ ഡിസ്കംഫോർട്ട് അധികം ഫേസ് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ ഇത് നിങ്ങൾ കോൺഷ്യസ്ലി തിരിച്ചറിഞ്ഞ് ഓവർ തിങ്ക് ചെയ്യാതെ 90 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാം ആൻഡ് സീ വാട്ട് യു ലേൺഡ്. നിങ്ങൾ വീണ്ടും ആ ഒരു സ്മാർട്ട് ചൈൽഡായിട്ട് ഫീൽ ആവുന്നത് കാണാം. ബട്ട് ദിസ് ടൈം ഡിഫറെൻറ്റ്, ബിൽഡിങ് റിയൽ ലൈഫ് സ്കിൽസ് വിത്ത് ക്യൂരിയോസിറ്റി. നിങ്ങൾ ലൈഫിൽ ലോസ്റ്റ് ആയിട്ടൊന്നുമില്ല, നിങ്ങളൊരു ഫെയിലിയറും അല്ല. നിങ്ങൾ എത്രയും കാലം ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഗെയിം ഇപ്പോൾ അവസാനിച്ചു എന്നങ്ങോട്ട് കൂട്ടിയാൽ മതി. ഇനിയുള്ളത് പുതിയൊരു ഗെയിമാണ്, അതിന് പുതിയ സ്കിൽസാണ് വേണ്ടത്. അതൊക്കെ പഠിക്കാനുള്ള മനസ്സാണ് ഇനി വേണ്ടത്. ആൻഡ് യെസ്, യു ക്യാൻ ഡു ഇറ്റ്. അതിനൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ വീഡിയോ. ബിക്കോസ് നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി മീൻസ് സംതിങ് ദാറ്റ് യു ആർ സീരിയസ്, യു ആർ റെഡി ടു ലേൺ, ടു ഗ്രോ. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.